ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതാണ് ഓൺലൈൻ വിട്ടപ്പോൾ നമ്മൾ കളിച്ചപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളതിനെ റൗണ്ട് വിട്ടുകൊടുക്കാൻ പോകും. ഇതിൻ്റെ പേരെന്നെ കണ്ടാൽ അറിയാം, ബോട്ടാണെന്ന്. ബോട്ട് തന്നെയാണ്. ഇവനൊരു ബോട്ട് തന്നെയാണ്. ഇത് കളിക്കാന്നറിയില്ല. ഗരീന തന്നെ ഇട്ട് കൊടുത്തൊരു പേരാണ് ഇവൻ്റെ ബോട്ട്. നമ്മളവന് 7 റൗണ്ട് വിട്ട് കൊടുക്കണം. അറിയാണ്ട് ഞാൻ 2 റൗണ്ട് എടുത്തു. 1 റൗണ്ട് ആണ്ടെ പിടിച്ച് കൊന്നു. ഇവന് പോലെ തന്നെയാണ് കൊല്ലി. വാ എൻ്റെ കളിയാ. ഇവൻ്റെ കിളി പോയി. നമുക്കൊന്നും കൂടി കളിക്കാം. ഇങ്ങനൊരു ചെക്കൻ കൊല്ലണം. നല്ലൊരു അടി കയറി. എന്തായാലും പുറത്ത് വന്ന് പേടിയാണോ? അതാ സത്യായോ. ഇതെന്തല്ല കിളി പോയ പോലെ വരുന്നേ. അത്യാവശ്യം ഇങ്ങനെ കളിക്കാറിയെന്ന് അറിയാം. മറ്റവന് അതും ഇല്ല. ഇവന് കുറച്ചെങ്കിലും കളിക്കാനെങ്കിലും അറിയാം. അയ്യോ, നമ്മൾ അതല്ലേ ചെയ്യാൻ വന്നേ. നമ്മൾ കളി വിട്ടു കൊടുക്കുക. പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇവനെന്ത് കാണിക്കാൻ. അപ്പം ഞാൻ ഫിസ്റ്റ് വെച്ചവനെ കൊല്ലാം. ഇവൻ ഈ ബണ്ടിൽ തന്നെ. അങ്ങനെ നമ്മുടെ ഒരു ന്യൂബ് പ്ലെയർ ഒരു വൺ ടാബ് എടുത്തിരിക്കുന്നു. കൊല്ലണം. ആ ഫിസ്റ്റ് വെച്ച് നീ എന്നിപ്പോൾ കൊല്ലു. അങ്ങനെ കൊന്നോ, കുഴപ്പമൊന്നുമില്ല. കൊല്ലു തന്നെ. കൊല്ലു. അയ്യോ അറിയാണ്ട് അടിച്ചിട്ടു. അറിയാണ്ട് കൊന്നു അവനെ. കൊല്ലു. വന്ന് കൊല്ലടാ. ഗ്ലൂ ഇടല്ലേടാ. വന്ന് കൊല്ലു. അവൻ്റെ ബോഡിക്ക് എങ്ങനെ അടിച്ച് പ്രോയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ന്യൂ ഗെയിമാണ് കളിക്കുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ ചെക്കനിപ്പോൾ ഇറങ്ങിയൊക്കെ ചിലപ്പോൾ ഞാൻ വെറുതെ നിന്ന് ഇറങ്ങിപ്പോവും. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ പിന്നെ കളിക്കാൻ ഇതില്ലാത്ത പ്ലെയർ എന്നെ പോലത്തെ ആൾക്കാർ വിറ്റ് അതിനൊക്കെ ഇറങ്ങിപ്പോവും. ഒന്ന് എടുക്കണ്ട വച്ചു. എനിക്ക് എടുക്കാൻ വയ്യാട്ടാ. ഇതെന്ത് കഷ്ടമാണിത്. ഇവൻ്റെ നെഞ്ചത്ത് തന്നെ അടിക്കട ഒന്ന് കയറി പോകുമ്പോൾ അടിക്കുന്നത്. എന്താണ് ബ്രോ? നമുക്ക് ശരിക്കും അടിക്കാം. ശരിക്കല്ലാണ്ട് എനിക്ക് പ്രാന്തൊന്ന് കളിക്കാൻ. പെട്ടെന്ന് കളി തീർത്ത് അടുത്ത കളി തുടങ്ങാം. വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ബോട്ടാണ്. അയ്യോ, പണി എത്ര കയറി പോയി ജോലി അടിക്കാറിയില്ല പറയുമ്പോൾ ചിരിവന്. എന്താ ഇപ്പോൾ കിളി പോയോ നിൽക്കണം. എന്തോ അതേപോലെ ഇനി വേറെ വല്ല ഗെയിം നമ്മൾ കളിക്കുന്നുണ്ടാവും. വേറെ കുറേ നമ്മൾ റോബ്ലോക്സ് കളിക്കുന്നുണ്ടാവും. റോബ്ലോക്സ് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേണ്ട. റോബ്ലോക്സ് കളിക്കണ്ട. റോബ്ലോക്സ് കോപ്പിറൈറ്റ് ഇട്ട് എനിക്കൊരു കിട്ടിയതാണ്.
ഇനിയെങ്കിലും നല്ലൊരു പ്ലെയർ വരണേ. ഇതിൽ ഏതെങ്കിലും ഒരു നല്ല പ്ലെയർ വേണം. നമുക്ക് ഫസ്റ്റ് ന്യൂബിലൊക്കെ പോലെ മറ്റേ ഈ 2 ഗണ്ണൊക്കെ എടുത്തിട്ട് പോകും. അതൊരു ന്യൂ പ്ലെയറാന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ഗണ്ണൊക്കെ പിടിച്ചിട്ട് ആവശ്യമുണ്ട്. ബണ്ടിൽ ഞാൻ അടുത്ത് മാറ്റണം. അടുത്ത് എൻ്റെ ബണ്ടിലെല്ലാം മാറ്റി ഞാൻ ന്യൂബ് പ്രാങ്ക് പോലെയൊക്കെ ഇങ്ങനെ ഒരു പുതിയ പ്ലെയറിനെ പോലെയൊക്കെ അവന്. ഇവന് അത്യാവശ്യം കളിക്കാറിയാട്ടോ. അത്യാവശ്യം കളിക്കാനൊക്കെ UMP ഒക്കെ എടുത്തിട്ട് വരുന്നു, വെറുതെ അല്ല. അയ്യോ ഗൈസ്, ഇതിൻ്റെ കാലത്ത് ഒരു ടീമാണ്. UMP ഒക്കെയാണ് അവൻ്റെ കയ്യിൽ. കൊല്ലണം, കൊന്ന് കൊഴിച്ച് മൂടും. നെഞ്ചത്തേക്ക് തന്നെ ഇട്ട് അടിക്കുന്നത്. ഒരു ഹെഡ് ഷോട്ട് കൊടുക്കാം എന്തായാലും. കൊടുക്കാൻ ഇത് വേണ്ട, പിന്നെ കൊല്ലും കേട്ടോ. ഞാൻ പ്രോ പ്ലെയർ ഒന്നുമല്ല. ഗണ്ണൊക്കെ പിടിച്ചിട്ട് ഞാൻ ഓടുന്നു. പ്രോ അല്ല ഞാൻ, പ്രോ ഷാജി അല്ല ഞാൻ, പ്രോ ഷാജി പാപ്പനല്ല ഞാൻ. നിന്നെ കൊല്ലും. അറിയാണ്ട് അവൻ്റെ തലമണ്ടക്കന്നെ കയറി. ഇങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ ഞാനൊരു അത്യാവശ്യം മീഡിയം പ്ലെയറാണ്. ഒറ്റടി മതി. 15 HP അടിക്കാം. 6 HP ആയിരുന്നു. ഒന്ന് അടിക്കണം. UMP എടുത്ത് അടിക്കണം. മണ്ട, നിനക്ക് വൺ ടാപ്പ് പഠിക്കാൻ അറിയില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വൺ ടാപ്പ് പഠിക്കാന്ന്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അയ്യോ, അവൻ്റെ തലയ്ക്കൊക്കെ അറിയാണ്ട് കൊണ്ടു. അയ്യോ, എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ നേരത്തെ. എങ്കിലൊന്ന് കൊല്ലയ്യോ, നല്ല മോഡല്ലേ. കൊല്ലട, നിനക്ക് വൺ ടാപ്പ് ഒന്നും കേറില്ല. എൻ്റെ നെഞ്ചത്തിക്കാൻ എന്നെ എത്ര പ്രാവശ്യം കുത്തും. എനിക്ക് വയ്യ അങ്ങനെ കുത്താൻ. ഒന്ന് കളിക്കാന്ന് അറിയില്ല എന്നാണ്. നമ്മളെപ്പോലത്തെ മലയാളി പ്ലേയേഴ്സിനെ ഇപ്പം കളിക്കാനൊക്കെ അറിയും. ബംഗാളികളൊക്കെ ബോട്ടുകളാണ്. അല്ല, ബംഗാളികൾ കളിക്കാനൊക്കെ അറിയുന്നവരുണ്ട്. എന്നാലും ഈ ദിവന്മാർക്കൊന്നും കളിക്കാൻ അറിയില്ല. കൊല്ലട ഒന്ന്. നിനക്ക് UMP പിടിച്ചൂടെ? പക്ഷെ ഞാൻ പറയണ്ട് വൺ ടാപ്പ് പഠിക്കും. അയ്യോ, അങ്ങനെ പറയേ. അത്രയേ ഉള്ളു. എമൗണ്ട് ഇട് കണ്ടന്റ്. എമൗണ്ട് ഇല്ല, തനിയുണ്ട്. കാണിച്ച് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഹെഡ്ഷോട്ടൊക്കെ ഏത് പഠിക്കൊന്നുമില്ല. അപ്പം ഇവ ഇരിക്കുന്ന സമയത്തൊക്കെ ഹെഡ്ഷോട്ട് കയറി. അത്രയേ ഉള്ളു. ഇങ്ങനെയൊക്കെ അടിക്കണം. 4, 5, 6 ഇനി 3 റൗണ്ടും കൂടി വിട്ടു കൊടുത്താൽ മതി. ഭാഗ്യം. പക്ഷെ മുന്നിൽ പോവാന്നുള്ള പേടിയുണ്ട്. 5 മതിയോ? എൻ്റെ അത്യാവശ്യം കളിക്കുന്ന പ്ലെയറാ. എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കണം. കൊല്ലു വണ്ട പിടിക്കും. വാ അടിക്കുക. അത്രയാ. അയ്യോ, നല്ല വണ്ടപ്പടിയാണ്. ഇതിൽ ഞാൻ വിട്ടു കൊടുക്കുന്നില്ല. ഈ ഷാജി പാപ്പിൻ്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കാം. ദിസ് ഈസ് കേലിയോ. അയ്യോ, സ്പോൺ അവിടുത്തെ മറ്റവിടെ തന്നെ. അപ്പം ഇനി UMP ഒക്കെ എടുത്ത് നീ എന്താ അടുത്തേക്ക് വരാത്തേ? നമുക്കിനി എന്ത് വേണം? അപ്പോൾ ഈസി ആയിട്ട് ഞാൻ എടുക്കാം. ഈസി ആൻഡ് ഡംബിളായിട്ട് ഇപ്പം ഞാൻ എടുക്കും. നമുക്ക് റെഡ് എഫക്റ്റ് ഇടാണ്ട് കളിച്ചാലോ എന്ന് ആലോചിക്കുന്നു.
വേണ്ട. ഇവിടെ 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 വേണ്ട. ശേഖരൻ ഉണ്ണി പുറത്തേക്ക് വരില്ല അല്ലേ? ചിലപ്പോൾ കളി പൊട്ടിട്ടാ. ഞാൻ വെള്ള പ്ലെയറൊന്നും അല്ല. എനിക്ക് വുഡ്പക്കർ എടുത്തിട്ട് ഇങ്ങനെ. അയ്യോ, ഇവിടെ തന്നെ സ്പോണാവുന്നു. വാടാ വാടാ. പുറത്ത് വരുമ്പോൾ തന്നെ ഒറ്റ മണ്ടയ്ക്ക് വെച്ചു. എൻ്റെ മണ്ടയ്ക്ക് പട്ടി. എടാ ഇവൻ പുറത്തേക്കും വല്ലവനെ പറയുന്നില്ല കേട്ടോ ഒന്നും. പുറത്തേക്ക് വരാണ്ട് അവൻ കാട്ടിയിലവൻ എന്തായിരിക്കുന്നു. ഞാൻ വിട്ടൊന്നും കൊടുക്കുന്നില്ല. 5 റൗണ്ട് വിട്ടു കൊടുക്കാം. അത് നടക്കുള്ളൂ. അയ്യോ, ഇത് കുറച്ച് വെറുപ്പിക്കുന്ന പ്ലെയർ ആയിരിക്കും. കളിപോയ സെക്കൻഡല്ലേ. ചുമ്മാ അടിക്കുന്ന പോലെ കാണിക്കണ്ട. അത്രയേ ഉള്ളു. അത് എങ്ങോട്ടല്ലേ? പക്ഷെ എമോട്ടിട്ട് അപ്പം എന്തായാലും ഒരു റൗണ്ട് എമോട്ടിട്ട് ഇഷ്ടപ്പെടില്ല. എന്തായാലും എടുത്തിട്ടുണ്ട്. ചുമ്മാ അടിക്കുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ട്. നേരത്തെ അടിക്കുന്ന പോലെ സത്യത്തിൽ കാണിച്ചതാട്ടോ. പക്ഷെ തലമുണ്ടയ്ക്കന്നെ കയറി. ഇതാണ് മൂബുകളുടെ പ്രശ്നം. പുറത്തേക്കേ വരില്ല ഗ്ലൂന്ന്. അത് വല്ലാത്ത ഷോട്ടായിരുന്നു. എമോട്ടി അടിച്ചുകൊണ്ടാണ് ഞാൻ വിട്ടു കൊടുക്കാത്തത്. ഇനി എന്തായാലും വിട്ടു കൊടുക്കുന്നില്ല. അവൻ്റെ ഇതാണ് പ്രശ്നം. ഇവന്മാര് ഗ്ലൂന്നേ പുറത്തേക്ക് വരില്ല. ഞാനിപ്പോൾ ഗ്ലൂ പോലും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ രൂപം കണ്ടില്ലേ? അയ്യവനെ ഡൗൺലോഡ് ആയി. ഇപ്പം ഇട്ട് കയറുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും എന്തെങ്കിലും കയറും. ഇട്ട് കയറാം, പക്ഷെ അതിന് പുറത്തേക്കും വരണം. പുറത്തേക്കൊന്നും വരുന്നില്ല എന്ന് ഇത് അതേപോലെ കുഞ്ഞിതാ. അപ്പുറത്തില്ല ആണ് പ്രശ്നം. പുറത്തേക്കും വരില്ല, അകത്തേക്കും വരില്ല. ബോസിലിൻ്റെ മോൻ പോട പട്ടി രൂപ. പക്ഷെ അത് കേറിയ എൻ്റെ അമ്മൂട ഇവന് എന്താ നമ്മളൊന്ന് പുറത്തേക്ക് വന്ന് ഭയങ്കര സഹായമായിരുന്നു. ആ ഗ്ലൂ ഇട്ടിട്ടിട്ടിട്ടിട്ട് വയ്യാത്ത ചിക്കൻ. ബാടൊന്ന് വട്ടാണോ? നമുക്ക് റെഡ് എഫക്റ്റിന് ഇടാതെ കളിക്കാം. എന്താ പോസിറ്റി മുട്ടണ. അതെ, ഞാൻ കുറച്ച് ചീറ്റിങ് ചെയ്യാൻ പോണേ. അയ്യോ, ചീറ്റിങ് ചെയ്യാൻ പോയിട്ട് മൂഞ്ചേനെ കേട്ടോ.
ഓസ്കാർ ഇട്ട് ഞാൻ ഇപ്പം നമുക്ക് എണ്ണൊക്കെ ഇനി വാങ്ങിക്കായിരിക്കും. നമുക്ക് ശശിവൻ ചീറ്റും കാണിക്കുന്നില്ല. പാവം കുഞ്ഞാപ്പുറീൻ്റെ മോനാണ്. കുഴപ്പമില്ല, ഞാൻ ചീറ്റിങ് കാണിക്കാം. ഞാൻ ചീറ്റിങ് കാണിക്കാം. കാണിച്ചിരിക്കുകയോ ചീറ്റിങ് കാണിക്കാം. മൂഞ്ചിട്ടോ അച്ചടോ മൂഞ്ചിയോ പൊത്തക്കാരെന്താ അച്ചടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.